ലോകം ചെല്ലുമായിരുന്നു. ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി മോളൂന്? വീട് ഇഷ്ടപ്പെട്ടില്ലേ? സുഖിപ്പിക്കല്ലേ? എന്തു പറ്റി ഇത്ര പെട്ടെന്ന്? ഇവിടെ ഏത് പെണ്ണാ താമസിക്കുന്നത്? പെണ്ണോ? അതിനകത്ത് കിടക്കുന്ന സാരിയും ബ്ലൗസും ഒക്കെ ആരുടെയാന്ന് എനിക്കൊന്നും കേക്കണ്ട. ആ സാരിയും ബ്ലൗസും ഏത് പെണ്ണിന്റെയാണെന്നും അവളും മധുവേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കിപ്പ അറിയണം. നീ സമാധാനപ്പെടും, ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്. നോണ പറഞ്ഞ കൊല്ലും ഞാൻ. പട്ടിക്കാട്ടുകാരിയാണ്, 10ാം ക്ലാസ്സുകാരിയാണ് എന്ന് കരുതി എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ചിരിക്കണ്ട. ചിരിക്കണ സമയം കൊണ്ട് എന്തെങ്കിലും നോണ ആലോചിച്ചെടുക്കായിരിക്കും. എനിക്കുണ്ട് ബുദ്ധി. ഇളി നിർത്തി കാര്യം പറയുന്നുണ്ടോ? എന്തു? അതിവിടെ ജോലിക്ക് വരുന്ന സ്ത്രീയുടെ വർക്കിംഗ് ഡ്രസ്സുകളാ. അവര് കുറച്ച് ദൂരത്തുനിന്നാ വരുന്നത്. ഇവിടെ വന്ന് സാരിയും ബ്ലൗസും ഒക്കെ മാറിട്ടാ ജോലിക്ക് കയറുന്നത്. ഓഹോ, അപ്പൊ ഉർവശിയുടെയാണോ? അയ്യോ, ഉർവശിയല്ല, ശാന്തി. കോന്തി. പേരൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കാ. ഞാനേ അവളെ വീരാളി പട്ടൊക്കെ എടുത്ത് കത്തിച്ചു കളയാൻ പോവാ. അയ്യോ, അവള് വരുമ്പോ എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കണ്ട. അവൾ ഇനി വരില്ല. ഞാനേ അവളെ പറഞ്ഞു വിട്ടു. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മധുവേട്ടൻ കഴിച്ചാ മതി. എന്റെ എന്തോ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സെർവന്റിനെ കിട്ടിയെന്നറിയാവോ? മധുവേട്ടാ, ഇന്നത്തെ കാലത്ത് വേലക്കാരികളൊന്നും വിശ്വസിച്ചൂടാ. ഭക്ഷണത്തിൽ കൈവശം ചേർത്ത് തരാനും മടിക്കാത്ത കൂട്ടരാ. അവക്കൊക്കെ ഈ വീടല്ലെങ്കിൽ വേറൊരു വീട്. എനിക്കേ ജീവിതാവസാനം വരെ ഈ വീടും ഈ വീട്ടുകാരനും മാത്രമേ ഉള്ളൂ. എനിക്ക് തന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടം.